മക്കൾ, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഓണപരീക്ഷയിൽ നമുക്ക് പരീക്ഷയിൽ ഗംഭീരമായിട്ട് ഫുൾ മാർക്ക് വാങ്ങേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം, നിങ്ങളെ ചോദ്യ പേപ്പറിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പത്ര ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. ഡയറി അതുപോലെ തന്നെ വാർത്താലാബ് നിർബന്ധമായിട്ട് ചോദിക്കുന്നതാണ്. ഏത് പാഠങ്ങളിൽ നിന്ന് ഏത് ഡയറിയോ ഏത് പത്രോ ഏത് വാർത്താലാബോ ചോദിച്ചാലും അതെല്ലാം തന്നെ നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. അതിന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഫോർമാറ്റുകളാണ്. ഓക്കെ, ആ ഫോർമാറ്റ് പഠിക്കണം. ഫോർമാറ്റ് പഠിക്കാതെ പത്ര ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഡയറി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ എഴുതി കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഈ ഫോർമാറ്റ് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റായിട്ട് ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഓരോ പാഠങ്ങളിൽ നിന്നും ഏതൊക്കെ ലെറ്ററുകളാണ് വരുന്നത്, ഏതൊക്കെ ഡയറികളാണ് വരുന്നത്, ഏതൊക്കെ വാർത്താലാബുകളാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഓരോ ബാച്ചിൽ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് മെഗാ മാരത്തോണിൽ അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. പക്ഷേ ഫോർമാറ്റ് ആദ്യം നമ്മൾ സെറ്റാക്കി എഴുതി പേപ്പറിൽ എഴുതി പഠിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് പത്ര. മക്കളെ, ഉറപ്പായിട്ടും പത്ര 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അത് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു പരീക്ഷയുടെ ആൻസർ പേപ്പർ എഴുതുന്ന പേപ്പർ പരമാവധി ഒരു പേപ്പറിൽ ലെറ്റർ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പേജിൽ മറ്റൊന്നും എഴുതാൻ ശ്രമിക്കരുത്. ഓക്കെ, അവിടെ നിങ്ങളൊരു ബോർഡർ കൊടുക്കുന്നു. അങ്ങനെ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ കൊടുത്ത് വൃത്തിയാക്കി എഴുതിയതിനു ശേഷം ബോർഡർ എഴുതിയതിനു ശേഷം നിങ്ങൾ കത്ത് എഴുതുമ്പോൾ കത്തൊരു സാംസ്കാരിക ഇടപാടാണ്. നിറയെ കുത്തി നിറച്ച് എന്തെങ്കിലും എഴുതുക എന്നൊരു എസ്സേ എഴുതുന്ന പോലെ ആക്കലല്ല കത്ത്. ഹൃദയങ്ങൾ തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതിൽ കാവ്യാത്മകമായിരിക്കണം, സാംസ്കാരികപരമായിരിക്കണം, കൃത്യം വ്യക്തവുമായിരിക്കണം, ചുരുക്കത്തിലായിരിക്കണം, വാരി വലിച്ച് പറയുകയും ചെയ്തത്. അതാണ് കത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കത്ത് കിട്ടിലും മട്ടിലും ഡിസൈനിങ്ങിലും അതിനെ ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നതിലും ഗംഭീരമാകുമ്പോഴാണ് മക്കളെ അടിപൊളി കത്താകുമ്പോൾ നിങ്ങൾക്കതിന് ടീച്ചേഴ്സ് 4 മാർക്ക് തരുന്നത്. അതിന് ഈ ഫോർമാറ്റ് നിർബന്ധമായിട്ട് പഠിക്കണം. കത്ത് എഴുതുമ്പോൾ വലതുവശത്ത് നിങ്ങൾ പൊന്നുമക്കളെ നോക്കൂ. ആദ്യ സ്ഥാൻ എന്നും താരീഖ് എന്നും ഉണ്ടാവണം. ശരിക്കും നമ്മൾ ഒരാൾക്ക് കത്ത് എഴുതുമ്പോൾ അവിടെ സ്ഥാൻ എന്നല്ല സ്ഥലം അങ്ങ് എഴുതുക ചെയ്യുക, താരീഖ് എന്നല്ല ഡേറ്റ് അങ്ങ് എഴുതുകയാണ് ചെയ്യുക. പക്ഷേ ഈ പാഠഭാഗങ്ങളിലൊക്കെ കഥാപാത്രങ്ങളുടെ കത്ത് എഴുതുകയാണെങ്കിൽ കോമൺ ആയിട്ട് എന്താണ് എന്നുള്ളത് നമ്മളോട് ചോദിക്കുമ്പോൾ ആ കഥാപാത്രം കത്ത് എഴുതുമ്പോൾ ഇവിടെ ഡേറ്റ് സ്ഥലം എഴുതും, അതിന് നമ്മൾ സ്ഥാൻ എന്ന് എഴുതുന്നു. ഇവിടെ ഡേറ്റ് എഴുതും, അതിന് നമ്മൾ ഡേറ്റ് എന്ന് എഴുതുന്നു. നമ്മൾ കത്ത് എഴുതുകയാണെങ്കിൽ ഇവിടെ ശരിക്കും സ്ഥലവും തീയതിയുമാണ് എഴുതുക, അല്ലാണ്ട് സ്ഥാൻ എന്നും താരീഖ് എന്നും എഴുതിയിടുകയല്ല ചെയ്യുക. പക്ഷേ നമ്മൾ പരീക്ഷയിൽ നിങ്ങൾ കത്ത് എഴുതാൻ അറിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ സ്ഥലം എഴുതേണ്ടുന്ന സ്ഥലമാണ്, ഇവിടെ താരീഖ് എഴുതേണ്ടുന്ന സ്ഥലമാണ്, ഡേറ്റ് എഴുതേണ്ട സ്ഥലമാണ് എന്ന് നമ്മളെ മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് അതിന് താഴെ ഈ ലെവലിൽ വരാൻ പാടില്ല. ഇവിടെ പ്രിയമിത്ര, പ്രിയപ്പെട്ട സുഹൃത്തെ. പരമാവധി നിങ്ങൾക്ക് സുഹൃത്തിന് കത്ത് എഴുതാനാണ് ചോദിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇവിടെ നിങ്ങൾ റെഡിൽ കണ്ടോ 2 വരെ. ആദ്യം കത്തിലേക്ക് നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാൻ പാടില്ല. കത്തിന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കത്തിൻ്റെ വിഷയം എഴുതാൻ പാടുള്ളൂ. അതാണ് നീല വരയിൽ കൊടുത്ത്. വിഷയം എഴുതി കഴിഞ്ഞാൽ കത്ത് അങ്ങനെ അവസാനിപ്പിക്കാൻ പാടില്ല. കത്തിന് അവസാനം ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കണം. അതാണ് ഈ റെഡ് വര. അങ്ങനെ കത്ത് എഴുതി അവസാനിപ്പിച്ചാൽ അവസാനം നമ്മൾ സസ്നേഹ എന്ന് എഴുതും, സ്നേഹപൂർവം. ആരെയോ ഒരാളുടെ കത്ത് എഴുതാൻ, നമ്മുടെ കത്ത് എഴുതാനല്ല, ഏതോ ഒരു കഥാപാത്രം കത്ത് എന്ന് പറയാം. അപ്പൊ സ്നേഹപൂർവ്വം ആ കഥാപാത്രത്തിന്റെ നാമാണ് ഇവിടെ എഴുതേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ നാം എന്നിട്ടാൽ മതി. ഓക്കെ, യെസ്. എന്നിട്ട് ആരാണോ ഇവിടെയുള്ള കഥാപാത്രം, ഓക്കെ, സോ UNO പ്രൊഫസർ ആണെങ്കിൽ UNO പ്രൊഫസറിന് അവിടെ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നാം എന്ന് എഴുതിയാൽ മതി. ആ കത്ത് എഴുതിയ ആളുടെ പേരാണ് ഇവിടെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പാണ് ഇവിടെ. ആ ഒപ്പ് നമ്മൾ ഇടാൻ പാടില്ല. നമുക്ക് നമ്മുടെ പേരിന്റെ ചുവട്ടിലെ ഒപ്പിടാൻ പാടില്ല, മറ്റൊരാളുടെ പേരിന്റെ ചുവട്ടിൽ നമ്മൾ ഒപ്പിടാൻ പാടില്ല. അപ്പോൾ അയാളുടെ ഒപ്പാണ് ഇവിടെ ഉണ്ടാവുക എന്നതിന് ഒപ്പ് എന്നുള്ളതിന്റെ ഹിന്ദിയാണ് ഹസ്താക്ഷർ എന്നുള്ളത്. അപ്പൊ കത്ത് കഴിഞ്ഞു. പക്ഷെ ഈ കത്തിനെ നമ്മൾ ഇങ്ങനെ A4 ഷീറ്റ് പേപ്പറായിട്ട് മറ്റൊരാളെത്തി അയക്കാൻ പറ്റുമോ? അതിനെ മടക്കി മറ്റൊരു കവറിലിടണം. ആ കവറും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ കത്തിന്റെ താഴെ ഭാഗത്തേക്ക് വരണം ഈ സംഭവം, അല്ലാതെ കത്തിന്റെ ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല. അവിടെ എന്താണ്, കത്ത് നമ്മൾ ഇവിടെ കഴിഞ്ഞു. അവിടെ നമ്മൾ ഒരു കവർ വരയ്ക്കുന്നു. കവർ വരച്ചതിന് ശേഷം നമ്മൾ എന്താണ് എഴുതുന്നത്? സേവാമയം. എന്താ സേവാമയം? നിങ്ങൾക്കറിയാം, കത്ത് എഴുതുന്ന സമയത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾ ഇമെയിൽ അയക്കുകയാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണ്. ശരിക്കും കത്ത് എഴുതുകയാണെങ്കിൽ കത്ത് കിട്ടേണ്ടുന്ന ആളിന്റെ അഡ്രസ്സ് പുറത്ത് എഴുതുമല്ലോ. അവിടെ നമ്മൾ ആദ്യം 2 എന്ന് എഴുതും. എന്താ 2 എന്ന് പറഞ്ഞാൽ? സമക്ഷത്തിങ്കിലേക്ക് മുൻപാകെ. ആരുടെ മുമ്പാകെ? അത് അടിയിൽ അയാളെ പേര് എഴുതിച്ചു. അപ്പൊ അങ്ങനെയാണ് പോസ്റ്റ്മാൻ അയാളെ മുൻപാകെ ഈ പേര് നോക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സേവാമയം എന്നാണ് നമ്മൾ 2 എന്നുള്ളതിന് ഹിന്ദി എഴുതുക. എന്നിട്ട് കിട്ടേണ്ടുന്ന ആളിന്റെ നാമ്, കിട്ടേണ്ടുന്ന ആളിന്റെ പത്ത, അത് സുഹൃത്തിന് കത്ത് എഴുതാനാണ് ചോദ്യ പേപ്പറിൽ വരിക. അപ്പൊ നമ്മൾ കിട്ടേണ്ടുന്ന ആളിന്റെ പേരും അഡ്രസ്സുമാണ് ഇവിടെ എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നാം പത പേരും അഡ്രസ്സുമാണ് എന്നാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്.
ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ കത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ ഫോർമാറ്റ് കത്തിന്റെ ബോഡി ഓഫ് ലെറ്റർ ഇങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 1.5 മാർക്കിന് അർഹതയായി. ഇത് കത്ത് എഴുതേണ്ട മര്യാദകൾ നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ഏതൊരു കത്ത് വരികയാണെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷൻ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഉണ്ടാവും. നോക്കൂ മക്കളെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. തും നിങ്ങൾ കൈസേ എങ്ങനെ ഹോ, നിങ്ങൾ എങ്ങനെയാണ് എന്നല്ല, തും കൈസേ ഹോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നാണ്. ടീക്ക് ഹേ ന, സുഖം ആകുന്നു ന അല്ലേ എന്നാ. തും കൈസേ ഹോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ടീക്ക് ഹേ ന സുഖം തന്നെയല്ലേ. ഏക്ക് ഒരു ഖാസ് സ്പെഷ്യലായ ബാത്ത് കാര്യം ബത്താനെ കേലിയെ, ബത്താനെ പറയാൻ കേലിയെ വേണ്ടി മേ ഞാൻ യഹ് ഈ പത്ര ലെറ്റർ ലിഖ് എഴുതി രഹാഹും കൊണ്ടിരിക്കുകയാണ്. ഒരു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ, ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, കത്ത് എന്തെങ്കിലും ആവട്ടെ, എഴുതാനുള്ള വിഷയം എന്തെങ്കിലും ആവട്ടെ, അത് എഴുതി കഴിഞ്ഞാൽ അത് എഴുതാൻ അവിടെ നിൽക്കട്ടെ. അവസാനം നമ്മൾ കത്തിൽ എന്തൊരു കോമൺ ആയി പഠിച്ചു വെക്കുന്നുണ്ട്, കത്ത് അവസാനിക്കുന്നത് മര്യാദപൂർവ്വമാണ്. മേ ഞാൻ പത്ര കത്ത് ചോട്ട ചെറുതായിട്ട് കർ ചെയ്ത് രഹാവ് കൊണ്ടിരിക്കുകയാണ്. ഞാൻ കത്ത് ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ല, ഞാൻ കത്ത് ചുരുക്കുകയാണ് എന്നാണ്. കത്ത് ചുരുക്കുക എന്ന് പറഞ്ഞാൽ ചുരുട്ടിക്കൂട്ടുക എന്നല്ല, ഞാൻ കത്ത് എഴുതി അവസാനിപ്പിക്കുകയാണെന്നാണ് അർത്ഥം. ഗർവാലോസെ വീട്ടുകാരോട് തലാഷ് അന്വേഷണം കഹിന ചാഹിയെ, നീ എന്റെ അന്വേഷണം വീട്ടുകാരോട് പറയണം. ചോട്ടാ ഭായ്ക്കോ ചെറിയ അനുജന് മേരാ പ്യാർ എന്റെ സ്നേഹം അറിയിക്കുകയും വേണം എന്ന് എഴുതിയതിനു ശേഷം വേണം നമ്മുടെ സസ്നേഹ സ്നേഹപൂർവ്വം തുമാരാ മിത്ര നാം ഹസ്താക്ഷർ എന്ന് എഴുതിയതിനു ശേഷം നമ്മളിവിടെ സേവാമയും നാം പതാങ്ങി. അപ്പോ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ 1.5 മാർക്കിന്റെ പുറമെ 1 മാർക്കും കൂടി ചേർന്ന് ഒരു 2.5 മാർക്കിനുള്ള അർഹതയുണ്ട്. 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി 1 മാർക്ക് കൂടി വെട്ടണം. അപ്പൊ നിങ്ങൾ ഞാൻ കത്ത് ഒന്നുകൂടി ശ്രദ്ധിച്ചോ. നിങ്ങൾ നോക്ക്, ഇവിടെ നോക്ക്. ആദ്യത്തത് ബോഡി ഓഫ് ലെറ്റർ ആണ് കത്തിന്റെ. ഓക്കെ, ഇത് കൃത്യമായിട്ട് പാലിക്കാതെ ഒരു കാരണവശാലും കത്ത് എഴുതരുത്. അതിലെ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതതിന്റെ കൺക്ലൂഷൻ ആണ്. ഇത് കോമൺ ആയിട്ട് ഏത് കത്ത് ചോദിച്ചാലും ഇത്ര നമുക്ക് ഓർമ്മ വേണം. അങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം. നിങ്ങളെ സ്റ്റൈലൊക്കെ തുറക്കും, നിങ്ങളെ സ്റ്റൈൽ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇവിടെ കത്ത് എഴുതണല്ലോ. ഇവിടേക്കുള്ള എഴുതാനുള്ള കാര്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഒരു പാരഗ്രാഫ് തന്നെ ഉണ്ടാവും മുകളിൽ. ആ പാരഗ്രാഫിൽ ഉള്ള വരികൾ നമുക്ക് അതിൽ നിന്ന് ചില വരികൾ വായിച്ചു നോക്കിയാൽ ഇവിടെ എഴുതാനുള്ളത് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് ഒരു 1.5 മാർക്കിന്റെ ബാക്കിയാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ 1.5 മാർക്ക്, പിന്നീട് വരുന്നത് 1 മാർക്ക്, പിന്നീട് വരുന്നത് 1.5 മാർക്ക്. അങ്ങനെയാണെങ്കിൽ 1.5 1.5 3 1 4 ഇങ്ങനെ മാർക്ക് കിട്ടും. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട മക്കൾ, ഇത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് നിങ്ങൾ പേപ്പറിൽ എഴുതി വൃത്തിയും വെടുപ്പോഴി പഠിക്കാതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇനി ഏതൊക്കെ പാഠങ്ങളിൽ നിന്ന് ഏതൊക്കെ കഥാപാത്രങ്ങൾ ഏതൊക്കെ ലെറ്ററുകൾ ആർക്കൊക്കെ എഴുതുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ബാച്ചുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളെ മാരത്തോൺ ലൈവുകളിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക. മാരത്തോൺ ലൈവിൽ നമ്മൾ അതെല്ലാം മെഗാ മാരത്തോണിലെല്ലാം ചർച്ച ചെയ്യും. അതും കൂടി കണ്ട് നിങ്ങൾ പരീക്ഷകളിൽ പോകുമ്പോൾ സുന്ദരമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഡയറിയാണ്. മക്കളെ, ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ഡയറി ചോദിച്ചാൽ ഒരു പേജിന്റെ ചുരുങ്ങിയത് 1/2 പേജ് ഭാഗമെങ്കിലും നിങ്ങൾ ഡയറി എഴുതാൻ വേണ്ടി ഉപയോഗിക്കണം. ലെറ്റർ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് മൊത്തം നമ്മൾ ഇങ്ങനെ ഒരു ബോർഡർ ഇട്ടിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതാൻ ശ്രമിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയറി എഴുതുമ്പോൾ നമുക്ക് ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഇത് നിങ്ങൾ മറന്നുപോയത്. ആദ്യം തന്നെ താരിഖ് ലെറ്ററിൽ എഴുതിയതുപോലെ തന്നെ താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസമാണ്. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. ഓക്കെ, അത് നമ്മൾ എഴുതണം. അടുത്തത് ഡയറി തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, നമുക്ക് സങ്കടം വന്നാലും ശരി സന്തോഷം വന്നാലും ശരി കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വരിയാണ്. ആജ് കാ ഇന്നിന്റെ ദിൻ ദിവസം മേ ഞാൻ ഭൂൽ മറക്കാൻ നെഹി ഇല്ല സക്ത പറ്റും എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നത്തെ ദിവസം എനിക്ക് ഇല്ല മറക്കാൻ പറ്റുന്നാൽ ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റുകയില്ല. മറക്കാൻ പറ്റാത്തത് ക്യോം കി എന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞിട്ട് ആ കാര്യം നമ്മൾ ഇവിടെ എഴുതാൻ പോവുക. ഇവിടെ എഴുതാൻ പോകുന്ന കാര്യം എവിടെ നിന്ന് കിട്ടും? തൊട്ട് മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫ് ചോദ്യം ഒരു ഡയറി എഴുതാൻ വേണ്ടിയിട്ടായിരിക്കോ, അല്ലെങ്കിൽ ലെറ്റർ എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ ലെറ്റർ എഴുതാൻ വേണ്ടി ചോദിക്കും. അഥവാ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് കഥാപാത്രത്തിന്റെ ഡയറി എഴുതാനായിരിക്കും. ആ കഥാപാത്രം സുഹൃത്തിന് കത്ത് എഴുതുക, അല്ലെങ്കിൽ ആ കഥാപാത്രം അതുമായി ബന്ധപ്പെട്ട് ഡയറി എഴുതുക. അപ്പൊ അവിടെ എഴുതാനുള്ള കാര്യം നമുക്ക് തൊട്ടുമുള്ള പാരഗ്രാഫിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അത് വായിച്ചാൽ കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സമയം
ഇൻ പന്നോക്കെ, പന്ന എന്ന് പറഞ്ഞാൽ പേജ് എന്നാണ് അർത്ഥം. ഇൻ പന്നോക്കെ, ഈ പേജുകളെ, മിഠാബിദേ, കാലം സമയം ഈ പേജുകളെ നശിപ്പിച്ചേക്കാം. കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ ഡയറി വരെ നശിച്ചു പോയേക്കാം കാലം കഴിയുന്തോറും. അതാണ് സമയ, കാലഘട്ടം അല്ലെങ്കിൽ സമയം. ഇൻ പന്നോക്കെ, ഈ പേജുകളെ, മിഠാബിദേങ്ക, ഇല്ലാതാക്കിയേക്കാം, നശിപ്പിച്ചേക്കാം. ഫിർബി, എന്നിരുന്നാലും, ഈ ഡയറി നഷ്ടപ്പെട്ടു പോയാലും, ഇസ്കി യാദേം, ഈ ഇവിടെ എഴുതിയിരിക്കുന്ന ഓർമ്മകൾ, ഹമേശ, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഓർമ്മകൾ, യാദേം എന്നാണ് ഓർമ്മകൾ, ഹമേശ എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എല്ലായ്പ്പോഴും, മൻമേ രഹേങ്കി, മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഡയറിയിൽ ഞാൻ എഴുതുന്നു, പക്ഷെ കാലം ഈ ഡയറിയെ നശിപ്പിച്ചു കഴിഞ്ഞാലും ഇതിൽ എഴുതിയ കാര്യം എൻ്റെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് എഴുതിയിട്ട് ശുഭരാത്രി എന്ന് എഴുതുന്നു. ഒരു ദിവസത്തിന്റെ രാത്രിയാവുന്ന സമയത്താണ്, ഒരു ദിവസം അവസാനിക്കാനുള്ള സമയത്താണ് മിക്കവാറും എല്ലാവരും ഡയറി എഴുതുക. അതുകൊണ്ടാണ് ശുഭരാത്രി എന്ന് എഴുതുന്നത്. ഓക്കെ, യെസ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എഴുതിയെടുത്തിട്ട് കൃത്യമായിട്ട് പഠിക്കണം. ബോർഡറൊക്കെ ഇട്ട് വേണം എഴുതുക. അല്ലാണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ ഡയറിയും ലെറ്ററും ഒന്നും എഴുതാൻ പാടില്ല. സെറ്റ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് വാർത്താലാപാണ്. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ്. രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം ഒരു പക്ഷേ നമ്മളോട് ചോദിച്ചേക്കും. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ 4 ആശയങ്ങൾ കൈമാറണം. അതായത് ഒരാൾ 4 ചോദ്യങ്ങൾ ചോദിക്കണം, മറ്റേയാൾ അതിന് 4 ഉത്തരവും പറയണം. അപ്പോൾ അത് 4 ആശയമായി, അഥവാ 8 വരിയായി. ഉദാഹരണത്തിന്, എന്താണ് നിന്റെ പേര്? എൻ്റെ പേര് രാമു എന്നാണ്. ഇത് 2 ആശയമല്ല, ഒരാശയമാണ്. ഓക്കെ. താങ്കൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ ഭക്ഷണം കഴിച്ചു. മറുപടി. അത് 2 ആശയമല്ല, ഒരാശയമാണ്. അപ്പൊ 4 വരികൾ ഇവിടെ വന്നു, പക്ഷേ ആശയം 2 ഉള്ളൂ. അപ്പൊ 8 വരികൾ ഉണ്ടാവും, 4 ആശയങ്ങൾ. ഒരാൾ 4 എണ്ണം പറയുന്നു, മറ്റേയാൾ 4 എണ്ണം ഉത്തരം കൊടുക്കുന്നു. ഇത്രയും മിനിമം ഉണ്ടായിരിക്കണം 4 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഇങ്ങനെയാണ്. മനസ്സിലായോ? തൊട്ട് മുകളിൽ തന്നിരിക്കും എന്താണ് പാരഗ്രാഫ്. ആ പാരഗ്രാഫിനനുസരിച്ച് സന്ദർഭം എന്താണോ അത് നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ. എന്താണ്? ചട്പട് ഓർ നടുക്കട്, നദിക്ക് കിനാരെ ഘടാഹേ, ചടുപ്പെടും നടുക്കട് നദിയുടെ തീരത്ത് നിൽക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് സന്ദർഭം എഴുതണം. അതിനുശേഷം കഥാപാത്രം പാത്ര 1, പാത്ര 2, പാത്ര 1, പാത്ര 2, പാത്ര 1, പാത്ര 2, പാത്ര 1, പാത്ര 2, ഇങ്ങനെ അവരുടെ പേര് കൊടുത്തിട്ട് പാത്ര 1, പാത്ര 2 എന്നല്ല എഴുതേണ്ടത്. ഇവിടെ ഒന്നാമത്തെ കഥാപാത്രത്തിന്റെ പേര് എഴുതുക, ഇവിടെ രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേര് എഴുതുക. വീണ്ടും ഇവിടെ ഒന്നാമത്തെ കഥാപാത്രത്തിന്റെ പേര് എഴുതുക, ഇവിടെ രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേര്. അങ്ങനെ എഴുതി കൊണ്ടുപോകണം. അങ്ങനെ മിനിമം ഒരു 8 വരിയെങ്കിലും ഉണ്ടായിരിക്കണം, 4 ആശയങ്ങൾ. ഓക്കെ. ഇത്ര എഴുതുമ്പോഴാണ് മക്കളെ നിങ്ങൾക്ക് പരീക്ഷയിൽ കോൺവെൻസേഷന്, വാർത്താലാപിന് മുഴുവൻ മാർക്കും കിട്ടുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെക്കുക. ഇനി ഏതൊക്കെ ലെറ്ററാണ് പ്രധാനമായിട്ട് വരുന്നതെന്ന് ഒന്നുകൂടി മെഗാ മാരത്തോണിൽ നമ്മൾ ചർച്ച ചെയ്യും. എല്ലാവരും ലൈവിൽ വരിക, നമുക്ക് സെറ്റാക്കി നമുക്ക് തൂത്തുവാരാ മാർക്കുകൾ. ഓക്കെ, ബൈ.